സഞ്ജുവിന് ഒരുപാട് മുന്നേറാനുണ്ട്. എന്നാൽ മുന്നേറാൻ സമ്മതിക്കാത്തവർ ചുറ്റും നിൽക്കുന്ന കാലത്തോളം സഞ്ജുവിന് ഇതൊന്നും തന്നെ അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സഞ്ജുവിന്റെ കരിയർ തന്നെ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. സഞ്ജുവിന് കിട്ടിയ അവസരങ്ങളൊന്നും നേരെ ചൊവ്വെ സഞ്ജുവിന് പ്രകടിപ്പിക്കാൻ പോലും സാധിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ തന്റെ 7 അയലത്ത് നിൽക്കാൻ ആർക്കുമാകില്ല എന്ന് അടിവരയിട്ട് ഋഷഭ് പറഞ്ഞതോടെ ഇനി ആ സ്വപ്നവും സഞ്ജു മറന്നേക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ടെസ്റ്റിൽ 2ാം ഇന്നിംഗ്സിലും സെഞ്ചുറി നേട്ടവുമായി ചരിത്രം കുറിച്ചിരിക്കുന്ന അദ്ദേഹം മുന്നേറുകയാണ് എന്നും പന്തിന്റെ സ്ഥാനം ആർക്കും കൊടുക്കില്ല എന്നുമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ഒരു ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരമായി ഋഷഭ് പന്ത് മാറുകയാണ്. 134ഉം 118ഉമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. കൂടാതെ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി അടിച്ച ലോകത്തിലെ 2ാമത്തെ താരം കൂടിയാണ് അദ്ദേഹം എന്നും പറയാം. സിംബാബ്വേയുടെ മുൻ ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ആൻഡി ഫ്ലവറിനും മാത്രമേ നേരത്തെ ഈ അപൂർവ നേട്ടം കുറിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ടെസ്റ്റിൽ തന്റെ സ്ഥാനം ഇനിയൊന്നും മോഹിക്കേണ്ടെന്നും മുന്നറിയിപ്പ് കൂടിയാണ് ഈ പ്രകടനത്തോടെ ഋഷഭ് നൽകിയിരിക്കുന്നതെന്നും വ്യക്തമായി പറയാൻ സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ലീഡ്സ് ടെസ്റ്റിലെ ചരിത്ര നേട്ടത്തോടെ ഒറ്റയടിക്ക് തന്നെ 3 ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ടെസ്റ്റ് മോഹം കൂടിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത്. താൻ ടീമിൽ തുടരുന്നിടത്തോളം കാലം പ്ലേയിങ് 11ലേക്ക് ആർക്കും പ്രതീക്ഷ വേണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഋഷഭ് നൽകിയത് എന്ന് പറയാം. നിലവിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ തന്നെ കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ 2ാമത്തെ ഫേവറേറ്റ് ആണ് യുവതാരം ധ്രുവ് ജുറേൽ. അവസരം ലഭിച്ചപ്പോഴെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടും ഋഷഭ് പന്ത് എന്ന മാച്ച് വിന്നറുടെ ആ സാന്നിധ്യം കാരണം വാട്ടർ ബോയ് ആയി അദ്ദേഹം ഒതുങ്ങുകയായിരുന്നു. ഇനിയും ഏറെ കാലം ഈ റോൾ കൊണ്ടു നടന്ന ജുറേലിന് തൃപ്തിപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഋഷഭിന് വിശ്രമം നൽകുകയോ പരിക്കേറ്റ് പുറത്താവുകയോ ചെയ്താൽ മാത്രമേ ഇനി ജുറേലിന് നേരിയ സാധ്യതയെങ്കിലും നിലനിൽക്കുന്നുള്ളൂ എന്നതാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്ന ഒരു കാര്യം. ഇംഗ്ലണ്ടുമായി തന്നെ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ടീം ഇവിടെ റെഡ് ബോൾ പരമ്പര കളിച്ചിരുന്നു. എന്നിട്ടും ലീഡ്സ് ടെസ്റ്റിൽ അദ്ദേഹത്തിന് പകരം അവസാനമായി കളിച്ച IPL ഫ്ലോപ്പായിട്ടും ഋഷഭിനെ ഉൾപ്പെടുത്താൻ കാരണം ഈ ഫോമാറ്റിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് തന്നെയാണ്. 2 ഇന്നിംഗ്സുകളിലും തന്നെ സെഞ്ചുറികളുമായി ടീം മാനേജ്മെന്റ് തന്നിൽ അർപ്പിച്ച പ്രതീക്ഷകൾ ഋഷഭ് കാക്കുകയും ചെയ്തു എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിച്ചിട്ടും സ്ഥാനം നിലനിർത്താനാവാതെ പുറത്തു പോവേണ്ടി വന്നയാളാണ് യുവ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ. എങ്കിലും ടെസ്റ്റിലേക്കുള്ള മടങ്ങിവരവ് പ്രതീക്ഷകൾ ഇടം കയ്യൻ ബാറ്റർ കൈവിട്ടില്ല. ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിൽ ഇത്തവണ കളിക്കാനുള്ള ഇഷാന്റെ നീക്കവും ശരിവെക്കുന്നത് ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തുതന്നെയായാലും ഋഷഭ് ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം എല്ലാവരുടെയും വിഷമം സഞ്ജുവിന് ഇത് മുന്നോട്ട് നീക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് തന്നെയാണ് പറയുന്നത്. സഞ്ജുവിന് ശരിക്കും പറഞ്ഞാൽ ഇനി വലിയ ചാൻസ് കിട്ടാൻ ഒരു വലിയ കാര്യവുമില്ല. കാരണം ഋഷഭിന്റെ ചാൻസ് ഋഷഭ് എടുത്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഫോം ഔട്ട് ആയിരുന്നപ്പോൾ തന്നെ സഞ്ജുവിനേക്ക് വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇനി ഒരിക്കലും അത് കിട്ടില്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുതന്നെയാണ് സഞ്ജുവിന്റെ അവസരങ്ങൾ പാളിപ്പോകുന്നു എന്ന് മനസ്സിലാക്കി തരികയും അതേസമയം പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ.